വിളക്കിലെ കരിന്തിരി കത്തിത്തീർന്നതെല്ലാം തുടച്ചു വൃത്തിയാക്കി എണ്ണ പകർന്ന് തിരി തെളിയിച്ചു. നാഗയക്ഷിയെയും നാഗരാജാവിനെയും തൊഴുത് അല്പം മഞ്ഞൾപ്പൊടി എടുത്ത് നെറ്റിയിൽ ചാർത്തി തിരിഞ്ഞ സുമംഗല അറിയാതെ തന്നെ അമ്പൽക്കുളക്കരയിലേക്ക് നോക്കിപ്പോയി. അവിടെ അവളെ തന്നെ സൂക്ഷിച്ചു നോക്കി തലേ ദിവസം കണ്ട അതേ രൂപം നിൽക്കുന്നുണ്ടായിരുന്നു. തുടർന്ന് കേൾക്കുക. ദിവസങ്ങൾ അതിവേഗം ഓടി മറഞ്ഞു. ഇനി 2 ദിവസം കൂടിയേ ഉള്ളൂ പൗർണമിക്ക്. അന്നാണ് അമ്പലത്തിലെ ദേവപ്രശ്നം. ഇല്ലത്തുള്ളവരും കരയിലുള്ള മറ്റാളുകളും അതിന്റെ ആകാംക്ഷയിലും ഒരുക്കത്തിലുമാണ്. എന്നാൽ കഴിഞ്ഞ 7 ദിവസമായി സുമംഗല ഇല്ലത്തിന് പുറത്തുള്ള തീണ്ടാരിപ്പുരയുടെ ചുവരുകൾക്കുള്ളിൽ പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാതെ കഴിയുന്നു. തുണയ്ക്കായി ഏർപ്പെടുത്തിയിരുന്ന ബാല്യക്കാരി സമയാസമയത്ത് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നു. അവളിലൂടെയാണ് പുറത്തുള്ള കാര്യങ്ങൾ സുമംഗല അറിയുന്നത്. തീണ്ടാരിപ്പുരയുടെ ഏകാന്തതയേക്കാൾ അവളെ ചുട്ടുപൊള്ളിച്ചത് ഹരിയെ കാണാത്തതിലുള്ള വിഷമമായിരുന്നു. എത്ര ദിവസമായി ഒന്ന് കണ്ടിട്ട്. ഇത്രയും ദിവസം പിടിച്ചു നിന്നത് തന്നെ വല്ലാത്ത വീർപ്പുമുട്ടലിലായിരുന്നു. ഇനിയും 5 ദിവസം കൂടി കഴിഞ്ഞാലേ തനിക്ക് ഇവിടെ നിന്ന് പുറത്തിറങ്ങാൻ അനുവാദമുള്ളൂ. അമ്പലത്തിലെ ദേവപ്രശ്നം നടക്കുന്നത് കൊണ്ട് ഇല്ലത്തുള്ളവർക്കും ശുദ്ധി നിർബന്ധമാണ്. ക്ഷേത്രമുറ്റത്ത് കിഴക്ക് ദർശനമായി കെട്ടി തയ്യാറാക്കിയ ചാർത്തിനു മുന്നിൽ വാസുദേവൻ നമ്പൂതിരി എല്ലാവർക്കും നിർദ്ദേശം നൽകിക്കൊണ്ടിരുന്നു. ചാണകം മെഴുകിയ തറയിൽ ഗണപതി ഹോമത്തിനുള്ള ഹോമകുണ്ടവും കളം വരയ്ക്കുന്നതിനും തന്ത്രിക്കും മറ്റു പരിവാരങ്ങൾക്കും ഗണകനും ഇരിക്കുന്നതിനുള്ള സ്ഥലം പ്രത്യേകം ക്രമീകരിച്ചിട്ടുണ്ട്. എല്ലാത്തിന്റെയും മേൽനോട്ടം കരപ്രമാണി എന്നുള്ള നിലയിൽ വാസുദേവൻ നമ്പൂതിരിക്കാണ്. അനിയൻകുട്ട, ഒന്നിങ്ങോട്ട് വരിക. ദൂരെ മാറി നിന്ന് ബാല്യക്കാർക്ക് ഓരോ പണികൾ ഏൽപ്പിച്ചു കൊടുക്കുന്ന അനിയനെ നോക്കി തമ്പുരാൻ വിളിച്ചു. അനിയൻകുട്ടിയെ, ആ പണിക്കരോട് ശീഘ്രം ഒന്നിങ്ങോട്ട് വരാൻ പറയുക. ശരിയേട്ടാ എന്ന് പറഞ്ഞ് അനിയൻകുട്ട അവിടെ നിന്ന് പോയി. അപ്പോഴാണ് വലിയ തിരുമേനി അവിടേക്ക് വന്നത്. തമ്പുരാനെ, തന്ത്രിയും കർമ്മിയും ഉടനെ ഇങ്ങോട്ടെത്തും. ഹായ്, അവര് വരട്ടെ. എന്താ വേണ്ടെന്ന് വെച്ചാ വലിയ തിരുമേനി അങ്ങോട്ട് ചെയ്തോളൂ. എല്ലാം ഭംഗിയായി നടക്കണം, അത്രേ ഉള്ളൂ. വാസുദേവൻ തിരുമേനി തന്റെ പൂണൂലിൽ കൈവിരൽ ഓടിച്ചുകൊണ്ട് പറഞ്ഞു. ഓ, ആയിക്കോട്ടെ തമ്പുരാനെ. അല്പസമയം കഴിഞ്ഞപ്പോൾ അനിയൻ തമ്പുരാൻ പണിക്കരെയും കൂട്ടി വന്നു. ആ ദേശത്തെയും മറുദേശത്തെയും പേരുകേട്ട കണിയാനാണ് പണിക്കർ. പണിക്കരുടെ കവടി കള്ളം പറയില്ല എന്നൊരു വിശ്വാസം എല്ലാവർക്കുമുണ്ട്. അത് സത്യവുമാണ്. പണിക്കർ കവടി നിരത്തി പറഞ്ഞിട്ടുള്ള ഒരു കാര്യവും തെറ്റിയിട്ടില്ല. ജ്യോത്സ്യത്തിൽ അത്രയ്ക്കും അറിവാണ് അദ്ദേഹത്തിന്. വന്ന വഴി പണിക്കർ മേൽമുണ്ടെടുത്ത് അരയിൽ ചുറ്റി തമ്പുരാനെ വണങ്ങി. തമ്പുരാൻ വിളിച്ചു എന്ന് പറഞ്ഞു. പണിക്കർ ഇരിക്കൂ. അനിയൻകുട്ട, പൊയ്ക്കോളൂ. തമ്പുരാൻ 2 പേരോടുമായി പറഞ്ഞു. പണിക്കർ തമ്പുരാന്റെ മുന്നിൽ നിലത്തായി ചമ്രം പണിഞ്ഞിരുന്നു. ഏറെ നേരത്തെ സംസാരത്തിന് ശേഷം നാ പണിക്കര് പൊയ്ക്കോളൂ എന്ന് പറഞ്ഞ് മടിയിൽ നിന്നും ഒരു പൊതിയെടുത്ത് പണിക്കരുടെ മുന്നിൽ വെച്ചു. തമ്പുരാനെ ഒരിക്കൽ കൂടി നോക്കിയ ശേഷം ആ പൊതിയെടുത്ത് ആരും കാണാതെ മേൽമുണ്ടിൽ പൊതിഞ്ഞു പിടിച്ച് പണിക്കർ എഴുന്നേറ്റു. ശരി തമ്പുരാനെ എന്ന് പറഞ്ഞ് ഒരിക്കൽ കൂടി വണങ്ങി തിരിച്ചു നടന്നു. അപ്പോഴേക്കും മുഖ്യ കർമ്മിയായ ഇളയെടുത്ത് ഭദ്രൻ തന്ത്രികളും കൂട്ടരും അവിടെ എത്തി. ഹായ്, തന്ത്രികൾ വന്നുവോ എന്ന് ചോദിച്ച് ഉപചാരപൂർവ്വം വാസുദേവൻ നമ്പൂതിരി എഴുന്നേറ്റ് നിന്നു. നോംശി നേരായി വന്നിട്ട്. ഒരുക്കങ്ങൾ ഭേഷായിരിക്കണു. ഒക്കെ തമ്പുരാന്റെ മേൽനോട്ടം ഇല്ലേ? ഭേഷ് നന്നായി. ദേവിയുടെ കാര്യല്ലേ, ഭംഗിയായി നടക്കട്ടെ. ഒന്നിനും ഒരു അമാന്തം വേണ്ട. ആഢ്യത്വത്തിന്റെ മറുവാക്കാണ് ഇളയെടുത്ത് ഭദ്രൻ തന്ത്രികൾ. വെളുത്തു തുറത്ത ശരീരം, സ്വർണം കെട്ടിയ വലിയ രുദ്രാക്ഷമാലകൾ കൊണ്ട് ശരീരത്തിന്റെ പകുതി മറഞ്ഞിരിക്കുന്നു. തലയുടെ വലതുവശത്തായി കുടുമ കെട്ടിവെച്ചിരിക്കുന്ന നീളൻ മുടി, സദാ മുറുക്കി ചുവന്ന ചുണ്ടുകൾ, ആരു കണ്ടാലും തൊഴുതു പോകുന്ന ദൈവികത. തന്ത്രികൾ കുളിയും ദേവാലയമൊക്കെ ഇല്ലത്താവാം. എല്ലാം ഒരുക്കിയിട്ടുണ്ട്. വാസുദേവൻ നമ്പൂതിരി വിനയത്തോടെ പറഞ്ഞു. ആവാം, ധൃതിയില്ല. നോം പൂജാരി ഒന്ന് കാണട്ടെ. അല്പനേരം കൂടി അവിടെ ചിലവഴിച്ച് എല്ലാവർക്കും വേണ്ട നിർദ്ദേശങ്ങൾ നൽകി എല്ലാം ഒന്നുകൂടെ ഉറപ്പുവരുത്തി വാസുദേവൻ നമ്പൂതിരി ഇല്ലത്തേക്ക് മടങ്ങി. ബ്രാഹ്മമുഹൂർത്തത്തിൽ തന്നെ നട തുറന്ന് നിർമ്മാല്യ ദർശനം കഴിഞ്ഞ് നടയടച്ചു. 7:30 വെളുപ്പിന് തന്നെ തന്ത്രിയും പരികർമ്മികളും എത്തിച്ചേർന്നു. ഗണപതി ഹോമം ആരംഭിച്ചു. തുടർന്ന് ക്ഷേത്ര ശുദ്ധീകരണവും കലശാഭിഷേകവും പൂർത്തിയാക്കി. 1.25 നാഴിക നിൽക്കുന്ന രാഹുകാലത്തിന് മുൻപ് തന്നെ ചടങ്ങുകൾ പൂർത്തിയാക്കി. അപ്പോഴേക്ക് ദേശത്തുള്ളവർ മിക്കവരും ക്ഷേത്രമുറ്റത്ത് എത്തിയിരുന്നു. പൂജാകർമ്മങ്ങളിൽ നിന്ന് വിലക്കുള്ളതിനാൽ എല്ലാത്തിനും ഒരു കാഴ്ചക്കാരനായി ഹരിനാരായണൻ മാറി നിന്നു. പ്രശ്നവിധി തുടങ്ങേണ്ട സമയമായി.
പണിക്കർ തന്റെ ആവണിപ്പലകയിൽ പത്മാസനത്തിൽ ഉപവിഷ്ടനായി. ശ്രീകോവിലിൽ നിന്നും കൊളുത്തിയ തിരിയിൽ നിന്നും തന്ത്രി പണിക്കരുടെ മുന്നിലുള്ള വിളക്കിൽ തീ പകർന്നു. പണിക്കർ തന്റെ ചുവന്ന തുണിസഞ്ചിയിൽ നിന്നും കവടികൾ രാശിപ്പലകയിലേക്ക് പകർന്നു. ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ധ്യാനമന്ത്രം ഉരുവിട്ട് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരെയും ഗുരുക്കന്മാരെയും വന്ദിച്ച് കവടി കശക്കാൻ തുടങ്ങി. മന്ത്രത്തിനൊടുവിൽ ഒരു പിടുത്തം കവടികൾ വാരിയെടുത്ത് ഗണം തിരിച്ച് രാശിപ്പലകയിൽ വെച്ചു. 1, 2, 3. കവടികൾ എണ്ണിയ പണിക്കരുടെ നെറ്റിയിൽ ചുളിവുകൾ വീണു. എല്ലാവരുടെയും കണ്ണുകൾ പണിക്കരുടെ മുഖത്തായി. പണിക്കർ മുഖമുയർത്തി എല്ലാവരെയും നോക്കി. എന്നിട്ട് വലിയ തിരുമേനിയോടായി പറഞ്ഞു, തിരുമേനി ദേവിക്കൊരു നേവിളക്ക് കത്തിക്കാം. ഒരു കിഴി നാണയവും നടക്കിൽ വെച്ചോളൂ. അത് കേട്ടതേ വലിയ തിരുമേനി അകത്തേക്ക് കയറി ശ്രീകോവിലിൽ നെയ്വിളക്ക് തെളിയിച്ചു. നടക്കിൽ കിടന്ന നാണയങ്ങളെല്ലാം വാരിയെടുത്ത് കിഴി രൂപത്തിലാക്കി ദേവിക്ക് സമർപ്പിച്ചു. വീണ്ടും പണിക്കർ മന്ത്രം ചൊല്ലി കവടി കശക്കി. ശേഷം ഒരു പിടി വാരിയെടുത്ത് ഗണം തിരിച്ച് പലകയിൽ നിരത്തി. ഇത്തവണ അദ്ദേഹത്തിന്റെ നെറ്റിയിലെ ചുളിവുകൾ അല്പം കൂടി. എല്ലാവരെയും നോക്കിയിട്ട് പറഞ്ഞു, ദൈവാധീനം മറഞ്ഞു നിൽക്കണു. ദേവിക്ക് അനിഷ്ടം സംഭവിച്ചിരിക്കുന്നു. ദേവിയെ എന്തായി കേൾക്കണേ? വാസുദേവൻ തിരുമേനിയും വലിയ തിരുമേനിയും ഒപ്പം ചോദിച്ചു. എന്റെ ദേവിയെ, ഇന്നുവരെ പൂജാവിധിയിൽ നോം തെറ്റൊന്നും വരുത്തിയിട്ടില്ലല്ലോ ഭഗവതി, പിന്നെന്താ നോമി കേൾക്കണേ? വലിയ തിരുമേനി വിഷമത്തോടെ തറയിൽ കുത്തിയിരുന്നു. പണിക്കരെ, ഒന്നുകൂടി നോക്കുക, എന്താ കാരണമെന്നറിയല്ലോ തമ്പുരാൻ പണിക്കരോട് പറഞ്ഞു. പണിക്കർ വീണ്ടും രാശിയെടുത്തു. കുറെ നേരം ധ്യാനിച്ചിരുന്നിട്ട് രാശിപ്പലകയിൽ നോക്കി. തമ്പുരാനെ, വലിയ തിരുമേനിയുടെ പൂജയിൽ ദേവി സന്തുഷ്ടയാണ്. എന്നാൽ ബാക്കി പറയാൻ ബുദ്ധിമുട്ടുള്ളതുപോലെ പണിക്കർ നിർത്തി. എന്താച്ചാ അങ്ങോട്ട് തുറന്നു പറയാ, തന്ത്രി നിർദ്ദേശിച്ചു. തമ്പുരാനെ, അത് ഉണ്ണിയുടെ പൂജാവിധി തെറ്റിയിരിക്കണു. അതിന്റെയാണ് ആ ദുർനിമിത്തങ്ങൾ അന്ന് കണ്ടത്. അത് കേട്ടതും എല്ലാവരും ദൂരെ മാറി നിന്നിരുന്ന ഹരിനാരായണനെ നോക്കി കുശുകുശുത്തു. ഹരിയും ആകെ വല്ലാത്ത അവസ്ഥയിലായി പോയി. പണിക്കരെ, പ്രതിവിധി എന്തേലും? ഉവ്, നോക്കട്ടെ. വീണ്ടും രാശിയെടുത്ത് പണിക്കർ മറ്റാരും ശ്രദ്ധിക്കാത്ത രീതിയിൽ വാസുദേവൻ തമ്പുരാനെ ഒന്ന് നോക്കി. തമ്പുരാൻ കണ്ണുകൾ കൊണ്ട് അനുവാദം കൊടുത്തു. ലഗ്നവശാൽ പ്രശ്നവിധിയിൽ തെളിയുന്നത് അഗ്നിയോഗമാണ്. ദേവി അത്രയധികം കോപിച്ചിരിക്കണു. പരിഹാരം ഒന്നേ കാണുന്നുള്ളൂ. അത്രയും പറഞ്ഞ് പണിക്കർ നിർത്തി. എന്താ അത്? എന്തായാലും പറയൂ പണിക്കരെ, എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു. അത് ഹരിനാരായണൻ ഇളയതിനെ ഈ ദേശത്തു നിന്ന് മാറ്റണം. അതല്ലാച്ചാ കൂടുതൽ ദുരിതങ്ങൾ ഈ ദേശത്തുള്ളവർ അനുഭവിക്കേണ്ടി വരും. പണിക്കർ പറഞ്ഞു നിർത്തി. അത് കേട്ടതും വാസുദേവൻ നമ്പൂതിരി ഒന്ന് ഇളകിയിരുന്നു. പണിക്കരെ, അതല്ലാതെ എന്തേലും വഴിയുണ്ടോന്ന് നോക്കുക. ഉണ്ണി തിരുമേനിയെ നാടുകടത്താന്നൊക്കെ പറഞ്ഞാൽ ദേവിയെ, എന്താ നോമി കേൾക്കണത്? ഒന്നുകൂടെ നോക്കുക പണിക്കരെ. വീണ്ടും പ്രശ്നവിധിക്കായി കവടി നിരത്തിയ പണിക്കരുടെ നെറ്റിയിൽ വിയർപ്പ് പൊടിഞ്ഞു. തമ്പുരാനെ, ലഗ്നത്തിൽ ആരോടും തടസ്സപ്പെട്ടു. ഇനിയൊന്നും പറ്റില്ല. മറ്റു പരിഹാരങ്ങൾ ഒന്നുമില്ലാന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഇളയതിനെ ദേശത്തു നിന്ന് മാറ്റി നിർത്തിയേ പറ്റൂ. ഇനിയൊന്നും പറയാനില്ല. പണിക്കർ വിളക്ക് കെടുത്തി തന്റെ കവടികൾ വാരി സഞ്ചിയിലാക്കി എഴുന്നേറ്റു. മകനെ നാട് കടത്തണമെന്ന വിധി കേട്ടതോടെ വലിയ തിരുമേനി സർവ്വതും തകർന്നവനെ പോലെ തളർന്നിരുന്നു. അതേസമയം ഒരു ഗൂഢസ്മിതത്തോടെ വാസുദേവൻ നമ്പൂതിരി പണിക്കരെ നോക്കി.